ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയ്ബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ല കുറുകിയ ചാറിൽ നാടൻ കേരമീൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ മൺചട്ടിയിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ചെറിയുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള 6 ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ശകലം കറിവേപ്പില. ഇത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ നിറമൊക്കെ മാറി ചെറിയൊരു ഗോൾഡൻ കളറാകണം. ഇതിപ്പോൾ ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റാം. നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ആറിയിട്ടുണ്ട്. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അത് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അത് പിരിയ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ നോർമൽ മുളക് പൊടി, എരിവെള്ള മുളക് പൊടി. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് എടുത്തേക്കുന്നത്. 3 നുള്ള് ഉലുവാപ്പൊടി, വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ നരച്ചെടുക്കണം. അപ്പോൾ നല്ലതായിട്ട് നരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മൺചട്ടിയിലോട്ട് തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യമേ ഒഴിച്ചത് അതിലുണ്ട് കുറച്ച്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഈ ചെറിയ ഉള്ളി അരിഞ്ഞതും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതിനിപ്പം മീഡിയം സൈസിലെ 10 ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് സോഫ്റ്റ് ആവട്ടെ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കുറച്ചൊന്ന് വഴന്നിട്ടുണ്ട്, ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരു 1.5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, കുറച്ച് കറിവേപ്പില. ഇനി ഇതും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റാം. ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി ചെറിയൊരു ഗോൾഡൻ കളറാകണം. ഇതിപ്പോൾ നല്ലതായിട്ട് വഴന്ന് ചെറിയൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതിലോട്ട് നമ്മൾ ഈ അരച്ചത് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് ശകലം കഴുകി അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിയണം. കുറച്ചുകൂടെയൊക്കെ ഒന്ന് തിക്കായിട്ട് വരും. ഇതുപോലെ നമ്മൾ വഴറ്റി അരച്ച് ഈ പൊടിയും കൂടെ ചേർത്ത് അരയ്ക്കുവാണെങ്കിൽ നല്ലൊരു കൊഴുപ്പായിരിക്കും മീൻ കറിക്ക്. ഇതിപ്പോൾ ആയിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെയൊക്കെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ കുടംപുളി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 3 കുടംപുളി നല്ലതായിട്ട് കഴുകിയിട്ട് കുറച്ച് നേരം ചൂടുവെള്ളത്തിലിട്ട് വെച്ചേക്കുമായിരുന്നു. തിളച്ച വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് 1/4 മണിക്കൂർ നേരം ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. 1/2 കപ്പ് തിളച്ച വെള്ളമാണ് അതിലോട്ട് ഒഴിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 1.25 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് 5 മിനിറ്റ് നേരം കൂടെ ഒന്ന് തിളയ്ക്കട്ടെ. ഇത് ഇച്ചിരി കൂടെ ഒന്ന് തിക്കാവട്ടെ. ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്, ഒന്ന് തിക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കിലോ മീനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ കേരമീൻ മാത്രമല്ല, നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്യാം. കുറച്ചും കൂടെ കറിവേപ്പില ഇടാം. ഒന്ന് താത്ത് കൊടുക്കുക. ഇനി ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ ഫുള്ളായിട്ട് അടയ്ക്കണ്ട. കാരണം ഗ്രേവിയൊക്കെ കുറച്ചും കൂടെ ഒന്ന് വറ്റി തിക്കാവണം. ഇതിപ്പോൾ ഒന്നും കൂടെ തിക്കായിട്ട് ഗ്രേവിയൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശകലം കൂടെ കറിവേപ്പില. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ കുറച്ച് തിക്കായിട്ട് വെക്കാമെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ്. ഒരുപാടങ്ങ് ലൂസായിട്ട് ചാറെടുക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതുപോലെ ഒന്ന് കുറുകി ഇരിക്കുന്ന രീതിയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.